എന്തൊക്കെയുണ്ട്? അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കൂടാതെ ഇതെൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ കൂടിയാണ്. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നമെല്ലാം ഉണ്ടാവും കേട്ടോ. ഇനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഞാനും ദേവുട്ടൻ്റെ അമ്മയും എൻ്റെ അമ്മമ്മയും കൂടിയിട്ട് കാഞ്ഞങ്ങാട് ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു. ദേവുട്ടന് കുറേ ദിവസമായി പനി. അപ്പോൾ കാണിച്ചിട്ടുണ്ടായിന്, കുറവില്ലാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും പോവുകയായിരുന്നു. അപ്പം ഞാനിവനെ കാണാമെന്ന് വെച്ചിട്ട് വേഗം ഓടിപ്പാഞ്ഞ് വന്നതാണ്. വണ്ടിയിലെത്തുമ്പോഴത്തേക്ക് ആൾ നല്ല ഉറക്കത്തിലാണ് ഉണ്ടായിന്. പിന്നെ നമ്മൾ കാഞ്ഞങ്ങാട് എത്തി. കാഞ്ഞങ്ങാടല്ല, മാവുങ്കാലാണ് കേട്ടോ. ഒരു ക്ലിനിക്ക് പോലെയാണ്. ഡോക്ടർ അഭിലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറെ കാണിച്ചത്. പിന്നെ ഞാൻ അവിടെ എത്തിയിട്ട് ദേവനെ മടിയിലിരുത്തിയിട്ട് അവൻ്റെ മൂടെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് നോക്കിയായിരുന്നു. ഒന്നാമത് ഉറങ്ങി എണിച്ചിട്ടാകുമ്പം ഓൻ ആകെ ശരിയുണ്ടാവില്ല, ആകെ കരച്ചിലും ബഹളമെല്ലാം ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ടാറ്റയും ഫ്ലൈയിങ് കിസ്സെല്ലാം തെരിപ്പിക്കുന്നുണ്ട്. അവൻ്റെ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ അവനെ അതിനെല്ലാം നിന്ന് തരും എനിക്ക്. നമ്മൾ പോയപ്പോൾ അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ട്. ഇതാണ് ദേവുട്ടൻ്റെ അമ്മ. പിന്നെ അവിടെ വേറൊരു കുഞ്ഞുകൂടി ഉണ്ടായിന്. അതിൻ്റെ ഒന്നിച്ച് കുറേ നേരം കളിക്കുകയും ചെയ്യുന്നുണ്ടായിന്. ഓൻ എന്താ ചെയ്യുന്നത് അതുപോലെ ചെയ്യുന്നുണ്ടായിന് ഓൻ. പിന്നെ ഓനെ എടുത്തു ഓൻ്റെ ഒന്നിച്ച് ഓടിയിട്ട് അവിടെ വീണു. എന്നിട്ട് നമ്മൾ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ആ മോനിതാ നമ്മളെ രണ്ടാളിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് അങ്ങനെയെല്ലാം ആക്കണം. കുറേ സമയം അങ്ങനെ രണ്ടാളിങ്ങനെ കെട്ടിപ്പിടിക്കണം. ഫ്രണ്ട്സ് ആണെന്നാ ഓൻ പറയുന്നത്. ഫ്രണ്ടാവും ഇങ്ങനെ വിളിക്കും നമ്മളെ. പിന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് കയറി. നല്ല പാങ്ങിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞ്. ഡോക്ടറോട് ഭയങ്കര മയക്കാണ് ഉള്ളത്. കണ്ടോ ചിരിയെല്ലാം എല്ലാം അനുസരിച്ച് ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യമാണ്, ഇപ്പം നമ്മൾ എന്തെങ്കിലും എടുത്താലും ഓൻ ആ സാധനം അപ്പം വേണം. അത് നമ്മളോട് വാങ്ങിച്ചേ അടങ്ങും. പിന്നെ അതിനെ കരഞ്ഞ് കുഴപ്പാക്കും. അപ്പോൾ ഈ ഡോക്ടർ സ്റ്റെതസ്കോപ്പെല്ലാം ചോദിക്കുമെന്നാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ നല്ല പാങ്ങിൽ ഇരുന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡോക്ടർ പറഞ്ഞ ഏതായാലും ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ പറഞ്ഞു. തൊട്ടപ്പുറത്ത് തന്നെ KDC ലാബ് ഉണ്ടായിന്. നമ്മൾ അങ്ങോട്ട് പോയിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. പിന്നീട് ഇവൻ ഒറ്റ ഓട്ടം അടുത്തേക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ. ഓനറിയില്ലല്ലോ. അപ്പോൾ ഓനവിടെ പോയിട്ട് ചേർലെല്ലാം ഇങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അവരോട് നല്ല കമ്പനിയിലായിട്ട് ഇരിക്കുന്നുണ്ട് അടങ്ങി. ആ വള്ളിയെല്ലാം കെട്ടി കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട്. എന്നിട്ടാകുമ്പോൾ അവർ പറഞ്ഞു എൻ്റെ അമ്മയോട് എന്തായാലും മടിയിലിരുത്തിക്കോ, പിന്നെ ഓൻ അനങ്ങാറ്റം ചെയ്താൽ പ്രശ്നമാവില്ലേ, അപ്പോൾ ബ്ലഡ് കിട്ടൂലല്ലോ. എന്നിട്ട് ഓനെ മടിയിലെല്ലാം ഇരുത്തി കുത്തിയിട്ടാകുമ്പോൾ ഞാൻ വിചാരിച്ച് കരയുന്നു. ആദ്യം ചെറുങ്ങനെ ഒന്ന് മൂളിയതല്ലാതെ പിന്നെ കരച്ചിലൊന്നും ഉണ്ടായിട്ടാ. അപ്പോൾ അവർ ബ്ലഡ് കിട്ടുന്നേ ഉണ്ടായിട്ട്. അപ്പോൾ അവർ കുറേ നേരം അനക്കിയിട്ടാണ് ഈ ബ്ലഡ് കിട്ടിയത്. അതൊന്നും ഞാൻ എടുത്തിട്ടാ. പിന്നെ അവൻ കരഞ്ഞെങ്കിലും വെച്ചിട്ട് അങ്ങനെ എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ എടുത്തിട്ടാ. അപ്പോൾ ഞാൻ ഓനൊക്കെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തന്നെ അത്ഭുതമായിട്ട് കരയാത്തപ്പം. പിന്നെ അവർ അവൻ്റെ മൈൻഡെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് കോലോട്ടായെല്ലാം കൊടുത്തിട്ടുണ്ടായിനി. ആ കുത്തിയ വേദന എന്തായാലും ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പോൾ അതെല്ലാം വേദന എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ പഞ്ഞി മാറ്റിയിട്ട് നോക്കിയായിരുന്നു. പിന്നെ നമ്മൾ റിസൾട്ടിന് ഒരു അരമണിക്കൂർ കാത്തിക്കാൻ പറഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ വെച്ച് ചായ കുടിച്ചിട്ട് വരാമെന്ന്. അപ്പം നമ്മൾ എന്തായാലും അവിടെ നിന്ന് ബലൂണെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനെ കൊണ്ടല്ല കളി. അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തുള്ള ഒരു ചായക്കടയിൽ കയറി. എന്നിട്ടാകുമ്പം ആടെ കുറേ മുട്ട ഇങ്ങനെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഓനതാ വേണം. പക്ഷെ അത് പൊട്ടിക്കാൻ മാത്രമേ വേണ്ടൂ. അത് പൊട്ടിച്ചിട്ട് എടുക്കാൻ വേണ്ടി മാത്രം. തിന്നൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചത് പുഴുങ്ങാതെ വെച്ച മുട്ടയാണെന്ന് ഞാൻ വെച്ച്. അപ്പോൾ സൈൻചേച്ചി പറഞ്ഞു അല്ല, അത് പുഴുങ്ങി വെച്ചതിനെ കൊടുത്തു പറഞ്ഞിട്ട് ഞാൻ നല്ല വാങ്ങിൽ ഉലിഞ്ഞു കൊടുത്തു. ഏടെ ആളുണ്ടാ തിന്നുന്നു. ലാസ്റ്റ് അവൻ്റെ അമ്മേനെ അത് തിന്നേണ്ടി വന്നു. പിന്നെ ഞാൻ സൈൻ ചേച്ചിയും വേണ്ടി 2 ചായയും 2 പഴംപൊരിയെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓനും പഴംപൊരിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ തിന്നൊന്നുമില്ല നമുക്കറിയാം. ഏതായാലും നമ്മൾ തിന്നുമ്പോഴായിരിക്കും ഓനത് ആവശ്യം വരില്ല. അതുകൊണ്ട് ഓനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. പിന്നെ ഓൻ തിന്നിട്ടൊന്നുമില്ല. പിന്നെ ഓൻ ഇങ്ങനെ ഫോണൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും കോക്കറിയിൽ കളിക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്തവരെല്ലാം നമ്മളെന്നെ നോക്കിയിരുന്നു, ഇത് എന്താന്ന് കളിക്കുന്നു. ഒരാകെ ആ ബലൂൺ കളിച്ചത് പൊട്ടിച്ചു. എന്നിട്ട് അതിൻ്റെ കൊണ്ട് വിളിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ചായയെല്ലാം കുടിച്ചിട്ട് റിസൾട്ട് കാണിക്കാൻ പോയി. കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. മരുന്ന് വാങ്ങാൻ വേണ്ടി പോയിട്ട് അവിടെ നിന്ന് ഞാൻ ക്യാമറ നോക്കിയിട്ട് എൻ്റെ അമ്മ അവിടെ നേലാതി മുട്ടായിക്ക് വേണ്ടിയിട്ട് കരയുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പുറത്തേക്ക് വന്നിട്ട് എന്തെല്ലോ പറഞ്ഞിട്ട് ആളെ സോപ്പിടിയായിരുന്നു. അപ്പോൾ കയ്യെല്ലാം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, സൂചി വെച്ചത്. ഞാൻ പറഞ്ഞ അച്ഛക്ക് കാണിച്ചു കൊടുക്കാറിട്ട് എടുത്തതായിരുന്നു കേട്ടോ. പിന്നെ ആ കളിപ്പാട്ടെല്ലാം വേണം. 2 ബോളെല്ലാം മേടിച്ചു കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ ഇതിപ്പോൾ ആടെ എന്തോ കാറാറ്റം കണ്ടു. അതിനാണ് ഈ കാറ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ കളിക്കുന്നത്. പിന്നെ നമ്മൾ ഫാൻസിയിൽ കയറിയിട്ട് 2 മാലയെല്ലാം നോക്കിയിട്ടുണ്ടായിന്, റോസ് ഗോൾഡിൻ്റെ. പിന്നെ ക്ലിപ്പും എന്തെല്ലോ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ വീട്ടിലേക്ക് എത്തി. ദേവട്ടൻ ഭയങ്കര കരച്ചിലാണെന്നുണ്ടായിന് എൻ്റെ ഒന്നിച്ച് വരാൻ വേണ്ടിയിട്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടാ. വീട്ടിലേക്ക് വന്ന ആടെ അമ്മേരെ ഒന്നിച്ച് റേഷൻ പീടികയിലേക്ക് പോയി. ഭയങ്കര തിരക്കുണ്ടായിന് അവിടെ. കുറേ സമയം ഞാൻ പോസ്റ്റാണ്ടായിന്. അമ്മയുടെ തലയിൽ നല്ല വെയിറ്റ് ഇല്ലതായില്ലത്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ 4 കിലോ ഉണ്ടായിട്ടു. അതന്നെ എനിക്ക് എടുക്കാൻ കഴിയുന്നുണ്ടായിട്ടാ. അപ്പം ഇത്രയും ബൈ.